ഹായ് ഹലോ ലേൺ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. പൊതുവെ പുരുഷന്മാർക്ക് ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീയോട് അട്രാക്ഷൻ തോന്നണമെങ്കിൽ അവരുടെ ഭംഗി അല്ലെങ്കിൽ അവരുടെ മുടി, കളറ്, ചിരി, അതായത് മെയിനായിട്ട് സൗന്ദര്യം, ഇതൊക്കെ ധാരാളമാണ് അല്ലേ? എന്നാൽ പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഒരു പുരുഷനോട് അട്രാക്ഷൻ തോന്നണമെങ്കിൽ അവന് വേണ്ട കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട്. ഇത്തരത്തിൽ പുരുഷന്മാർക്ക് വേണ്ട, അതായത് സ്ത്രീകളുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ പുരുഷന്മാർക്ക് വേണ്ട കുറച്ച് ക്വാളിറ്റീസ് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് വേണ്ടത്, അതായത് ഒരു സ്ത്രീക്ക് ഒരു പുരുഷനോട് അട്രാക്ഷൻ തോന്നണമെങ്കിൽ പുരുഷന് വേണ്ട ഒന്നാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് റെസ്പെക്റ്റ് ആണ്. അതായത് ആ ഒരു പെൺകുട്ടീനെ എങ്ങനെ ബഹുമാനിക്കുന്നോ അതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ആളുകളെയും നിങ്ങൾ ബഹുമാനിക്കുന്നുണ്ടോ, ഇങ്ങനെ മറ്റുള്ളവരെ നിങ്ങൾ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ പെൺകുട്ടികൾക്കും നിങ്ങളോടൊരു അട്രാക്ഷൻ തോന്നും. ചില പുരുഷന്മാരുണ്ട്, അവരുടെ ആ പെൺകുട്ടീനെ നന്നായിട്ട് ബഹുമാനിക്കും, പക്ഷെ ബാക്കിയുള്ളവരെയൊക്കെ കളിയാക്കും. അതായത് ഇപ്പം വണ്ണമുള്ളവരോട് പറയും ദാ തടിയുള്ള ഒരു വ്യക്തി പോകുന്നു, അല്ലെങ്കിൽ മെലിഞ്ഞവരാണെങ്കിൽ പറയും ദാ മെലിഞ്ഞ് ഉണങ്ങിയിരിക്കുകയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കളിയാക്കും ചില വ്യക്തികൾ. ഇങ്ങനെയൊക്കെ ഉള്ളവരെ ഒരിക്കലും ഒരു സ്ത്രീക്കും ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. രണ്ടാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ഇമോഷൻസ് ആണ്. അതായത് നമുക്കറിയാം പെൺകുട്ടികൾക്കൊക്കെ ആണെങ്കിലും പെട്ടെന്ന് സന്തോഷം വരും, അതേപോലെ തന്നെ കൂടുതൽ ആളുകളാണെങ്കിൽ പെട്ടെന്ന് കരയുന്നവരുമാണ് അല്ലേ? അവർക്ക് സന്തോഷം വരുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് സന്തോഷിക്കും, അതേപോലെ സങ്കടം വരുമ്പോഴത്തേക്കും അതേപോലെ കരയും. ഇങ്ങനെ അവരുടെ ഓരോ ഇമോഷൻസിനും നിങ്ങൾ ഒപ്പം കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കണം. അതായത് അവർക്ക് എന്തെങ്കിലുമൊക്കെ വിഷമം വരികയാണെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ നിന്നിട്ട് അവരെ സപ്പോർട്ട് ചെയ്യണം. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് അട്രാക്ഷൻ തോന്നും. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. മൂന്നാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ഹ്യൂമറാണ്. അതായത് നിങ്ങൾ അത്യാവശ്യം തമാശകളൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ പെൺകുട്ടീനെ ചിരിപ്പിക്കാറുണ്ടോ? ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, അതായത് അത്യാവശ്യം തമാശകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തികളെ ഒക്കെ നിങ്ങൾ ചിരിപ്പിക്കാറുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് അട്രാക്ഷൻ തോന്നാൻ വേണ്ടത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, അതേപോലെ തന്നെ വീഡിയോക്ക് ലൈക്കും കൂടി ചെയ്യണേ. നാലാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, കോൺഫിഡൻസ് ആണ്. അതായത് നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും അത്യാവശ്യം നല്ല കോൺഫിഡൻസ് അല്ലെങ്കിൽ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണോ നിങ്ങൾ? എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾ അതൊക്കെ ചിരിച്ചുകൊണ്ട് നേരിടും. ഇങ്ങനെയൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഏതൊരു പെൺകുട്ടിക്കും നിങ്ങളോടൊരു അട്രാക്ഷൻ തോന്നും. ഇതാണ് നമ്മുടെ നാലാമത്തെ കാര്യം. ഇനി അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. അഞ്ചാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ഗുഡ് ലിസണർ ആണ്. അതായത് എല്ലാ പെൺകുട്ടികളും ഒരുപാട് സംസാരിക്കുന്നവരാണ് അല്ലേ? എല്ലാ ഗേൾസിനും ഒരുപാട് കാര്യങ്ങൾ എപ്പോഴും ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി ഉണ്ടാവും. അപ്പോൾ അവർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ബോറടിക്കും, നിങ്ങൾക്ക് ഉറക്കം വരെ വന്നുകൊണ്ടിരിക്കാം, എന്നിരുന്നാലും അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് ഇരുന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ആ ഒരു സ്ത്രീക്ക് നിങ്ങളോട് അട്രാക്ഷൻ തോന്നും. ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ കാര്യം. ഇനി ആറാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. ആറാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് മടിച്ചികളായിട്ടുള്ള പെൺകുട്ടികളൊക്കെ ആഗ്രഹിക്കുന്നതാണ്. അതായത് വേറെ ഒന്നുമല്ല, കുക്കിംഗ് ആണ്. അതായത് അവരെ കല്യാണം കഴിക്കാൻ പോകുന്ന വ്യക്തി അല്ലെങ്കിൽ അവരുടെ പാർട്ട്ണർ കുറച്ച് കുക്കിംഗ് ഒക്കെ അറിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. അത്യാവശ്യം അടുക്കളപ്പണിയിലൊക്കെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ പെൺകുട്ടികൾക്കും നിങ്ങളോട് അട്രാക്ഷൻ തോന്നും. അതായത് പെൺകുട്ടികൾക്ക് പൊതുവെ അവരുടെ കൂടെ ഹസ്ബൻഡൊക്കെ വർക്ക് ചെയ്യുന്ന, അതായത് ഇപ്പം കുക്കിംഗ് ഒക്കെ ആണെങ്കിലും ഒന്ന് ഷെയർ ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ആ ഒരു ടൈമിൽ അവർക്ക് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഷെയർ ചെയ്യാം, പരസ്പരം ഇങ്ങനെ ടേസ്റ്റ് നോക്കി, ഇതൊക്കെ എല്ലാ പെൺകുട്ടികളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ ഇത്തരത്തിൽ
കുക്കിംഗ് ഒക്കെ അറിയാവുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ എല്ലാ പെൺകുട്ടികൾക്കും അല്ലെങ്കിൽ എല്ലാ സ്ത്രീകൾക്കും നിങ്ങളോട് അട്രാക്ഷൻ തോന്നും. ഇനി 7ാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. 7ാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ഇൻ്റലിജൻസ് ആണ്. അതായത് നിങ്ങൾക്ക് അത്യാവശ്യം ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അത്യാവശ്യം വിദ്യാഭ്യാസവും കാര്യവും ഒരു ഉയർന്ന ജോലിയൊക്കെ ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ പെൺകുട്ടികൾക്കും നിങ്ങളോട് അട്രാക്ഷൻ തോന്നും. അതായത് പൊതുവെ ഗേൾസിന് കുറച്ച് എഡ്യൂക്കേഷനൊക്കെ ഉള്ള ബോയ്സിനോട് ഭയങ്കര താല്പര്യമാണ്. കുറച്ച് നോളജൊക്കെ ഉണ്ട്, എല്ലാ കാര്യത്തിലും കുറച്ച് ആക്റ്റീവാണ്, നല്ല ജോലി, ഇങ്ങനെയൊക്കെ ഉള്ള ബോയ്സിനോട് എല്ലാ ഗേൾസിനും അട്രാക്ഷൻ തോന്നും. ഇതാണ് നമ്മുടെ 7ാമത്തെ കാര്യം. ഇനി 8ാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. 8ാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ഹൈജീനാണ്. അതായത് വൃത്തി. ആൺകുട്ടികൾക്ക്, അതായത് പെൺകുട്ടികളുടെ സങ്കല്പത്തിലുള്ള ആൺകുട്ടികൾക്കൊക്കെ അത്യാവശ്യം വൃത്തി വേണം എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാ കാര്യത്തിനും കുറച്ച് വൃത്തിയും വെടുപ്പും ഒക്കെ ഉണ്ടെങ്കിൽ, അതായത് നിങ്ങളിപ്പോൾ വൃത്തിയായിട്ടാണ് നടക്കുന്നത്, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ടാണ്, ഇങ്ങനെയൊക്കെ വൃത്തി, അതായത് ഹൈജീനിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ ഗേൾസിനും നിങ്ങളോട് അട്രാക്ഷൻ തോന്നും. ഇതാണ് നമ്മുടെ 8ാമത്തെ കാര്യം. അപ്പോൾ ഇനി പറഞ്ഞ 8 കാര്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങളൊന്ന് സ്വയം വിലയിരുത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആണെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇല്ലാത്തവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്ത ദിവസം ഇതിലും നല്ലൊരു കിടിലൻ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.